ഇനി എത്ര പ്രാവശ്യം ഞാൻ വരണം ഡോക്ടർ? എത്ര പ്രാവശ്യം ഡോക്ടറെ കാണുന്നു അത്രയും ആരോഗ്യത്തിന് നല്ലത്. അപ്പം വന്നു തന്നെ ആകണമല്ലോ. ഞാൻ എപ്പോഴും ഈ ചേട്ടനോട് പറയുന്നുണ്ട് ശരീരം സൂക്ഷിക്കണമെന്ന്. എന്തെങ്കിലും ഒരു പരിക്കില്ലാത്ത ദിവസമുണ്ടോ? ഡോക്ടറാണെന്ന് പറഞ്ഞ് വലിയ പോസ് ഒന്നും കാണിക്കില്ല. എന്റെ ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ മുറിവാണ്. ആ അല്ല, എന്തെങ്കിലും ചില്ലറ മുറിവുണ്ടെങ്കിൽ അത് ഭേദമാക്കാൻ ചിരിച്ച് ഈ ചിരി എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ. വിശേഷം ഒന്നും പറയണ്ട. ആ നോക്കട്ടെ, എവിടെയെങ്കിലും വല്ല മുറിവോ വല്ല ഉണ്ടോ? ഇക്കിളിയാവുന്നു പെണ്ണെ. കൊച്ചു കുഞ്ഞൊന്നും ആവണ്ട. ആ അയ്യോ, ഇതെന്താ? എന്താ? ഒരു വാരിയല്ലോ, കാണുന്നില്ലല്ലോ. അയ്യോ അതെ, ഞാൻ ഒരു ദിവസം ഉറങ്ങി കിടക്കുമ്പോ ഒരു മന്ത്രവാദി ഒന്ന് ഊരിയെടുത്ത് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം ഉണ്ടാക്കി. എന്നിട്ട് അവൾക്ക് ജീവൻ കൊടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് എവിടെ? എന്നിട്ടോ? എവിടെന്നോ? ആ സുന്ദരിയോ? ഇവിടെ. ഡോക്ടർ ആലോചിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ചില പഴയ ഓർമ്മകളിലേക്ക് വീണുപോയി. അപ്പോൾ ചിലപ്പോഴൊക്കെ ഡോക്ടർ സ്വയം വേദനിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലേ? വേദന എന്റെ കൂടപ്പിറപ്പാണ് വിജയൻ. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറ്റൊരാളോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടില്ലേ? ദുഃഖത്തിൽ സഹതപിക്കാനല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ. സ്നേഹിക്കുന്നവർ തമ്മിൽ സന്തോഷം പങ്കുവെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖവും പങ്കുവെച്ചൂടെ? എല്ലാം ഞാൻ പറയാം. ചെറുപ്പത്തിലെ എന്റെ അമ്മ മരിച്ചു. എല്ലാമായ എന്റെ അച്ഛൻ ആ വേദന പോലും അറിയിക്കാതെ എന്നെ താലോലിച്ച് വളർത്തി. ഒരു ഡോക്ടറായതിനു ശേഷം ആർഭാടപൂർവ്വം വിവാഹവും നടത്തി. ഡോക്ടർ വിവാഹിതയാണോ? അപ്പോൾ ഭർത്താവ്? എന്റെ ഭർത്താവ് ഒരു പൈലറ്റ് ഓഫീസറായിരുന്നു. സ്നേഹം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സ്നേഹം ദീർഘനാൾ അനുഭവിക്കാൻ വിധി എന്നെ അനുവദിച്ചില്ല. ഒരു വിമാന അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി. ആ ഷോക്കിൽ എന്റെ അച്ഛനും മരിച്ചുപോയി. എന്ത് പറഞ്ഞ് ഡോക്ടറെ ആശ്വസിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം കിട്ടുന്നത് പോലെ അനുഭവപ്പെടുന്നു. എന്റെ ദുഃഖകഥകൾ പറഞ്ഞ് ഞാൻ വിജയനെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം. കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടിയെങ്കിലും.